എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ചിന്തയായ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന വിഷയമാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നതിനെ പറ്റിയാണ്. മത്തായി 5:4 ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇതിൻ്റെ അർത്ഥം ദുഃഖിക്കുന്നവർ എല്ലാവരും ഭാഗ്യവാന്മാർ എന്നല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും ഭാഗ്യവാന്മാരും അനുഗ്രഹിക്കപ്പെട്ടവരും എന്നൊക്കെ പറയേണ്ടി വരുമായിരുന്നു. നമ്മൾ വിചാരിക്കും ആരോഗ്യമുള്ളവർക്കും നല്ല ജോലിയുള്ളവർക്കും സമ്പത്തുള്ളവർക്കും നല്ല വീടുള്ളവർക്കുമൊന്നും ദുഃഖമുണ്ടാകത്തില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ചെറിയവരാകട്ടെ വലിയവരാകട്ടെ സമ്പത്തുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ടാകും. എന്നാൽ ഈ ദുഃഖിക്കുന്നവരെയെല്ലാം ഭാഗ്യമുള്ളവരാണ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന വചനം കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെയുള്ള അവസ്ഥയാണ്. അതായത് ആത്മാവിൽ താണ അനുഭവത്തിലാണ് എന്ന് മനസ്സിലാക്കി ആ വിഷയത്തിൽ കരയുന്നവൻ ദുഃഖിക്കുന്നവൻ എന്നാണ്. നമ്മൾ വിചാരിക്കും ആത്മീകമായി അല്പമൊക്കെ മുന്നേറ്റമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥനാ ജീവിതമൊക്കെയുണ്ട്, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, കിട്ടുന്ന സമയം സുവിശേഷം പറയുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത്രയുമൊന്നുമല്ല. നിരന്തരമായ പ്രാർത്ഥന, ദൈവവചന പഠനം, ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയുന്നത്, സജീവമായി ആത്മീക കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും നാം ആത്മാർത്ഥമായി എത്തിയിട്ടില്ല എന്ന് നാം തിരിച്ചറിയുകയും ആ കാര്യത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. നമ്മുടെ പരിതാപകരമായ ആത്മീകാവസ്ഥ നാം തിരിച്ചറിഞ്ഞ് നമ്മൾ ആഴമായി ദുഃഖിക്കുമെങ്കിൽ നമുക്കത് പരിഹരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരുകയും നമുക്കത് പരിഹരിച്ച് ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. സർവജ്ഞാനിയായ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നാം ദുഃഖിച്ച് കരയണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. യാക്കോബ് 4:9 ഇപ്രകാരം കാണുന്നു: സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നാം സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയണമെന്നും ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ എന്നുമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളിലും ചിരിച്ചും പൊട്ടിച്ചിരിച്ചും അഹങ്കരിച്ചുമൊക്കെ പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. ലോക മനുഷ്യർ മാത്രമല്ല, വിശ്വാസികൾ പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നത് കാണുവാൻ കഴിയും. അനീതിയിൽ സന്തോഷിക്കുന്നവരെയും ദോഷം ചെയ്തിട്ട് സന്തോഷിക്കുന്നവരെയും ഒക്കെ കാണുവാൻ കഴിയുന്നു. അത് ഒരിക്കലും പാടില്ല എന്നാണ് വചനം പറയുന്നത്. അഥവാ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നാം ആ കാര്യത്തിൽ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ് ദൈവത്തോടും മനുഷ്യരോടും ക്ഷമ ചോദിച്ച് പരിഹരിച്ച് വിനയപ്പെട്ട് നാം പോകണമെന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില നന്മകളും അനുഗ്രഹങ്ങളും ഭൗതിക കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊന്നിലും നാം നിഗളിച്ചു പോകരുത്. പൊട്ടിച്ചിരിച്ചു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുവാൻ പാടില്ല. പകരം അതൊക്കെ താൽക്കാലികമാണെന്നും ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകാവുന്നതേയുള്ളൂ എന്നും നാം തിരിച്ചറിയണം. 2 കൊരിന്ത്യർ 7:10 ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഇവിടെ 2 തരത്തിലുള്ള ദുഃഖമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്,
ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. 2 ലോകപ്രകാരമുള്ള ദുഃഖം. ദൈവമക്കളാകുന്ന നമ്മൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉള്ളവർ ആയിരിക്കണം, അല്ലാതെ ലോകപ്രകാരമുള്ള ദുഃഖമുള്ളവരായിരിക്കരുത്. നമുക്ക് നമ്മുടെ കുറവുകളെ ഒന്ന് കാണാം. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് നമ്മുടെ കുറവുകളെ നോക്കാം. അപ്പോൾ നമ്മുടെ കുറവുകളെ നമുക്ക് കാണുവാൻ കഴിയും. ആ കുറവുകൾക്കായിട്ട് നമുക്ക് ദുഃഖിക്കാം. ആഴത്തിൽ ഹൃദയഭാരത്തോടെ നമുക്ക് ദുഃഖിച്ച് കരയാം. അപ്പോൾ അതിന് പരിഹാരം വരികയും നമ്മെ ദൈവം അത്ഭുതകരമായി ആശ്വസിപ്പിച്ച് ഉപയോഗിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.